2022 ഒരു സെപ്റ്റംബർ 13-നാണ് ഇറാനിൽ മഹ്സ ആമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പെൺകുട്ടിയുടെ വലിയ ഉറക്കെയുള്ള കരച്ചിൽ കേൾക്കുകയും വലിയ തോതിൽ ഇവർ മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ളതറിയാം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത് 2022, 2023 കാലഘട്ടങ്ങളിലാണ്. അന്ന് മാത്യു സാമുവലിൻ്റെയും നാരദ ന്യൂസിലുമൊക്കെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ചെയ്തിരുന്നു. ആ വാർത്തകൾ ചെയ്തപ്പോഴും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാർത്ത ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഇറാനിൽ ഒരു റെജീം ചേഞ്ചിന് അവസരമൊരുങ്ങുന്നു, ഭരണകൂടം മാറാൻ പോകുന്നു. അവിടെ യഥാർത്ഥത്തിൽ 90 വയസ്സുള്ള ആയത്തുള്ള അലി ഖൊമേനിയുടെ നേതൃത്വത്തിൽ 89 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവസാനിക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് സംഭവിച്ചിരിക്കുന്നു. ഇപ്പം നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം, ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആയത്തുള്ള അലി ഖൊമേനി മാത്രമല്ല കൊല്ലപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ആയിട്ടുള്ള മുജ്താബ് ഖമൈനി അടക്കം, അദ്ദേഹത്തിൻ്റെ മകളടക്കം, മരുമകനടക്കമുള്ള 50ഓളം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കാരണം കൃത്യമായി വളരെ ക്ലിനിക്കൽ പ്രസിഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്ന ഓഫീസിൻ്റെ താഴെയുള്ള ബങ്കറിൽ തന്നെ കൃത്യമായി അറ്റാക്ക് നടത്താനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇസ്രായേലിൽ അവിടെ വലിയ തോതിലുള്ള ചാരന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ചാരന്മാരെക്കുറിച്ചും ഞാൻ നേരത്തെ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചാരന്മാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ IRGC എന്ന് പറയുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെയൊക്കെ തന്നെ ചീഫായിട്ടുള്ള, അതായത് വലിയ ഉന്നത പൊസിഷനിലിരിക്കുന്ന ആളുകൾ വരെ ഇസ്രായേലിൻ്റെ ചില ചാരന്മാരുണ്ടായിരുന്നു. ആ ചാരന്മാരെ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു സേനയെ രൂപീകരിച്ചിരുന്നു, ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ ഹെഡായി അപ്പോയിൻ്റ് ചെയ്ത ആൾ തന്നെ പിന്നീട് ചാരനാണ് എന്ന് പറയുന്ന വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. കൂടാതെ അവിടെ വലിയ തോതിലുള്ള ജനരോഷമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹ്സ ആമിനിയുടെ കൊലപാതകത്തിന് ശേഷം അവിടെ സ്കൂൾ കുട്ടികളടക്കം ഉള്ള ആളുകളടക്കം അടങ്ങി നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ആ പ്രക്ഷോഭങ്ങൾ ഗവൺമെൻറ് പോലും അടിച്ചമർത്താൻ കഴിയാതെ ഭയന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാരണം അവിടെ സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കാൻ വേണ്ടി മാത്രം ഒരു സേന ഉണ്ടായിരുന്നു, ഒരു പോലീസ് ഉണ്ടായിരുന്നു. ആ മത പോലീസ് യഥാർത്ഥത്തിൽ സ്ത്രീകളെ റോട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും പിടിച്ചുകൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ടി വന്നു. പകരം ക്യാമറകൾ വെച്ചുകൊണ്ട് അവർക്ക് ഫൈൻ ഈടാക്കുന്ന ഒരു പരിപാടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ തോതിലുള്ള ജനരോഷം ഉണ്ടാക്കിയിരുന്നു. കൂടാതെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി അധികാരമിടുന്ന ഒരു അധികാര വ്യവസ്ഥിതിയാണ് കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനോടും തന്നെ വലിയ തോതിലുള്ള ജനരോഷം ഉണ്ടായിരുന്നു. കൂടാതെ വലിയ തോതിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെയുള്ള ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെയുള്ള 26-27% വരുന്ന ആളുകളൊക്കെ തന്നെ 30 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ആ 30 വയസ്സിന് താഴെ പ്രായമുള്ളവർ എന്ന് പറയുമ്പോൾ അവരിൽ ഉള്ള ആളുകളൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഒരേ ഒരു നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയാണ്. കാരണം അദ്ദേഹം 1989 അധികാരത്തിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കിരാതമായിട്ടുള്ള ഈ മതഭരണകൂടത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും സഹിച്ച് അവർക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. നമ്മളിതിൽ ആരെ പിന്തുണക്കണമെന്ന് ചോദിച്ചാൽ ഇതിൽ 2 പേരുടെ ഭാഗത്തും വലിയ തെറ്റുകളുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരാളെയും പിന്തുണക്കേണ്ട ആവശ്യം ഈ മലയാളിയായ നമുക്ക് ആർക്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആയത്തുള്ള അലി ഖൊമൈനി അങ്ങേയറ്റം കിരാതമായിട്ടുള്ള ഒരു ഭരണമാണ് അവിടെ കാഴ്ചവെച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കുകയും അതിൽ നിന്ന് മഹ്സ ആമിനിയെ തന്നെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ തട്ടം ഒരു കാറ്റത്തൊന്നിത്തിരി മാറുകയും ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള പല ശിക്ഷാവിധികളുമൊക്കെ അവിടെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പരപുരുഷ ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിച്ചതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള വളരെ കിരാതമായിട്ടുള്ള ഒരു നടപടികളിലൂടെയാണ് ആ ഭരണകൂടം പോയിക്കൊണ്ടിരുന്നത്. ആ ഭരണകൂടം എങ്ങനെയാണ് ഭരിക്കപ്പെട്ടിരുന്നത് എന്നുകൂടി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളിലേക്ക് കിടക്കാൻ കഴിയൂ. അമേരിക്ക ചെയ്തിട്ടുള്ള കുറച്ച് കുഴപ്പങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ആയത്തുള്ള അലി ഖൊമൈനിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ ഭരണകൂടത്തെ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ വിലായത്തെ ഫക്കീഫ് എന്ന് പറയുന്ന പേരിലാണ്. ആ വിലായത്തെ ഫക്കീഫ് എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് സ്കോളേഴ്സ് എന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ തന്നെ വിളിക്കുന്നത് പണ്ഡിതന്മാരെന്നാണ്. പണ്ഡിതന്മാരുടെ ഒരു കൗൺസിലായിട്ടാണ് അറിയപ്പെടുന്നത്. അത് ഈ പറയുന്ന ഏറ്റവും ആദ്യം റൂഹുള്ള ഖൊമൈനിയാണ് അവിടെ ഈ 1979 നടത്തിയിട്ടുള്ള കാസറ്റ് റവല്യൂഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറയപ്പെടും. അത്തരത്തിലുള്ള റവല്യൂഷൻ നടത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട്, ഫ്രാൻസിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ഈ പറഞ്ഞ റൂഹുള്ള ഖൊമൈനി കാസറ്റുകളിലാക്കി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് എത്തുകയും അങ്ങനെ എത്തുന്നത് വഴി യഥാർത്ഥത്തിൽ അവിടെയുള്ള സ്റ്റേറ്റ് മീഡിയകളെയും ബാക്കിയുള്ള ആളുകളെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് ആ കാസറ്റ്
ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ആ കാസറ്റുകളിലൂടെ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട ആളുകൾ പ്രചോദിതരായി തീരുകയും അങ്ങനെ ഒരു ദൈവരാജ്യം വരണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവർ അന്നത്തെ ഈ പറയുന്ന പോലെ പഹൽവ ഭരണകൂടത്തെ മാറ്റുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ മാറ്റിക്കൊണ്ടാണ് 1979 വന്നത്. അതിനുശേഷം 10 കൊല്ലം ഈ റുഹുല്ല ഖൊമൈനി തന്നെയാണ് ഭരിച്ചത്. അതിനുശേഷം 89 ഈ ആയത്തുള്ള അലി ഖൊമൈനി അധികാരമേൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീടുള്ള 35 കൊല്ലവും അദ്ദേഹമാണ് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഭരിച്ചിട്ടുള്ളതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവിടുത്തെ സുപ്രീം കോടതിയേക്കാളോ അവിടുത്തെ ഈ പറഞ്ഞ പോലെ മതമോ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ പാർലമെൻറ്റുകളോ എല്ലാറ്റിനേക്കാളും ഏറ്റവും വലിയ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖൊമൈനി ആയിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാറുണ്ടെങ്കിലും അതൊക്കെ വെറുതെ പേരിന് മാത്രം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അസംതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഭരണമൊന്നും ഒട്ടും പ്രോപ്പറായിരുന്നില്ല എന്നുള്ളത് നമ്മൾ പറയാണ്ട് തന്നെ അറിയാം. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്കറിയാം പലതവണ ഇസ്രായേലും ഇറാനുമായിട്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ ഇതിൽ തന്നെ ചില വളരെ വിദഗ്ധരെന്നറിയപ്പെടുന്ന ചില ആളുകളൊക്കെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ട് പറയുന്നത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. ആ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ട് അവർ പറയുന്നത് ഇറാൻ ഒരിക്കലും നേരിട്ട് ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. തെറ്റാണ്. ഇറാൻ നേരിട്ട് ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഹൂത്തികളാണെങ്കിലും ഈ പറയുന്ന പോലെ ഹിസ്ബുള്ള ആണെങ്കിലും അതുപോലെയുള്ള സംഘടനകൾക്കെല്ലാം തന്നെ വലിയ തോതിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇറാനാണ്, അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇറാനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ഗുണ്ടകളെ വെച്ചുകൊണ്ട് ഗുണ്ടകളുടെ ഈ പറയുന്ന പോലെ ഒരു ഗ്യാങ്ങിനെ രൂപീകരിച്ചുകൊണ്ട് കൃത്യമായി ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നു അവരുടെ നിരന്തരമായിട്ടുള്ള പരിപാടി. കൂടാതെ ഇത് ഏറ്റവും വലിയൊരു ഷിയ രാജ്യം കൂടിയാണ്. ആ ഷിയ രാജ്യം എന്ന് പറഞ്ഞാൽ ഷിയ സുന്നി മുസ്ലിങ്ങളും അതുപോലെ ഷിയ മുസ്ലിങ്ങളുണ്ട്. അതിൽ ഷിയകൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ്. കൂടാതെ ഇറാഖിലും ബഹ്റിനിലും അസർബൈജാനിലും സൗദി അറേബ്യയിലും ലെബനനിലും ഒക്കെ ഉണ്ട്. അതിൽ ഇറാഖിലും ബഹ്റിനിലും അസർബൈജാനിലും ഒക്കെ കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ലെബനനിലും ഒക്കെ അവർ കുറച്ചുണ്ട്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും കൂടി സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പദ്ധതിയിടുന്നത്. പക്ഷെ അതിലൊരു ചെറിയ ശരികേടുള്ളത് അവർ ജനീവയിൽ വെച്ചും അതുപോലെ തന്നെ മറ്റ് പല ഇപ്പോൾ ഒമാനിൽ വെച്ചുമൊക്കെ തന്നെ നിരവധി ചർച്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച പോലും ഇറാനുമായിട്ട് ചർച്ചകൾ നടന്നിരുന്നു. ചർച്ചകൾ നടത്തി അവരുടെ ആണവായുധം അവർക്ക് ഇല്ല അർത്ഥത്തിൽ നിരാകരിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ മിസൈലുകൾ നിരാകരിക്കുന്നതിനെക്കുറിച്ച്, മറ്റ് ചില ഡിമാൻഡുകൾ യുറേനിയം തരുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചർച്ചകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തയാഴ്ച ചർച്ച നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക പിരിഞ്ഞത്. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇവരെ പറ്റിച്ചുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി സമയം മേടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം മേടിച്ചെടുത്തുകൊണ്ട് കറക്റ്റായി ഹിറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഇവർ തീരുമാനിച്ചു. ആ സമയം തീരുമാനിച്ചപ്പോൾ തന്നെ വിവിധ ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു. കൃത്യമായി അമേരിക്കക്കും ഇസ്രായേലിനും ഇത്തവണ ആയത്തുള്ള അലി ഖൊമൈനി എവിടെയാണ് താമസിക്കുന്നതെന്നും അതിൻ്റെ ബങ്കറുകൾ എവിടെയാണെന്നും അതുകൂടാതെ എവിടേക്കാണ് ഒളിസ്ഥാപനങ്ങൾ മാറാൻ സാധ്യതയുള്ളതെന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ IRGCയുടെ ചീഫായിട്ടുള്ള നിരവധി ആളുകളെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ധാരണകൾ അവർക്കുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൽ മുഹമ്മദ് പഗ്ബാർ എന്ന് പറയുന്ന IRGCയുടെ ചീഫൊക്കെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കുകയും എല്ലാ പ്രിപ്പറേഷനും നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് അദ്ദേഹത്തെ അവരെ ആക്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതൊക്കെ തന്നെ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ പലതിലുമൊക്കെ തന്നെ വളരെ വിശദമായി നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യ അടക്കം ഖത്തർ അടക്കം അതുപോലെ തന്നെ UAE അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബേസുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആക്രമിക്കുമെന്നാണ് വിചാരിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ ഒമാൻ അവരെ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ ഇദ്ദേഹം മരണപ്പെട്ടത് ശനിയാഴ്ച രാവിലെയാണ്. അതിനുശേഷം ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടുന്ന സൈലൻസിന് ശേഷം ഇന്നിപ്പോൾ വീണ്ടും ബഹ്റൈനിലും അതുപോലെ തന്നെ UAEയിലും ഒക്കെ തന്നെ ഇറാൻ വീണ്ടും ആക്രമണം നടത്താൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും നമ്മൾ ആരുടെയും ഒപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ ട്രംപിൽ ഇതിൽ യുദ്ധക്കൊതിയനാണെന്നും ട്രംപ് കാണിക്കുന്നതിലും ഒരു മര്യാദകേടുണ്ട്. ആ മര്യാദ എന്ന് പറഞ്ഞാൽ ട്രംപ് യഥാർത്ഥത്തിൽ ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിലൊരു ചതിയുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ട്രംപ് ഇപ്പോഴല്ല പെരുമാറുന്നത്. ട്രംപ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ കൊടുത്തിരുന്നു. ട്രംപ് കൃത്യമായി പറഞ്ഞിരുന്നത് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഏതാണ്ട് ഈ കഴിഞ്ഞ ലാസ്റ്റത്തെ വർഷം തന്നെ അദ്ദേഹം അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ജനത പേടിക്കേണ്ട, കൂടാതെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് ഇറാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളത് കൂടി വളരെ കൃത്യമായി ഇവർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്.
ഖമൈനി വൺ ഓഫ് ദ മോസ്റ്റ് ഈവിൾ പീപ്പിൾ ഇൻ ഹിസ്റ്ററി എന്നാണ് ഈസ് ഡെഡ്. അതായത് ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഈ പറയുന്ന പോലെ ഈവിൾ ആയിട്ടുള്ള ഒരു ആളാണ്, അദ്ദേഹം മരിച്ചിരിക്കുന്നു. ദിസ് ഈസ് നോട്ട് ഓൺലി ജസ്റ്റിസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇറാൻ, ഇത് ഇറാനിലെ പീപ്പിളിന് വേണ്ടി മാത്രമല്ല, ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ള ജസ്റ്റിസ് അല്ല, ബട്ട് ഫോർ ഗ്രേറ്റ് അമേരിക്കൻസ്. അതുപോലെ ഗ്രേറ്റ് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ എപ്പോഴും ഗ്രേറ്റ് ആണല്ലോ, ഗ്രേറ്റ് അമേരിക്കൻസ് ആൻഡ് ദോസ് പീപ്പിൾ ഫ്രം മെനി കൺട്രീസ് ത്രൂ ഔട്ട് ദ വേൾഡ്. അതായത് ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നീതി അദ്ദേഹം നടപ്പാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഈ ആയത്തുള്ള അലി ഖൊമൈനിയെയും അവരുടെ മകളെയും ഭർത്താവിനെയും പേരക്കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ട്രംപിൻ്റേത് അവിടെ അധികാരം അവരുടെ മര്യാദക്ക് ജനങ്ങളെ ഭരിക്കാത്തത് കൊണ്ട് വന്ന ദേഷ്യമൊന്നുമല്ല, പകരം അദ്ദേഹത്തിന് അവിടെ ഇറാൻ്റെ മേലുള്ള ഓയിൽ അതിൻ്റെ മേലിൽ കൺട്രോൾ ഉണ്ടാവേണ്ടതിൻ്റെ കൂടി വലിയ ആവശ്യമുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ ചില അഡ്വാൻറ്റേജ് ഉണ്ടാകുമോ എന്ന് പറയുന്ന ഭയവുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് വളരെ കൃത്യമായി അവിടെ ഒരു റെജീം ചേഞ്ചിന് വേണ്ടി, അവിടുത്തെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തന്നെയാണ് അമേരിക്ക ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് ചില തിരിച്ചടികൾ കൂടി ഇപ്പോൾ നേരിട്ടിട്ടുണ്ട്. കാരണം ആ തിരിച്ചടി എന്ന് പറയുന്നത് ഇറാനിയൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അലി ലാറിജാനി എന്ന് പറയുന്ന ഒരാൾ ഏതാണ്ട് ഇപ്പോൾ അവിടെ ഒരു ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ ചാർജ് ഏറ്റെടുക്കുകയും ഇറാൻ വീണ്ടും തിരിച്ചടിക്കാൻ, അതായത് ആയത്തുള്ള അലി ഖൊമൈനിയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം, ഒരു 12 മണിക്കൂറുകൾക്ക് ശേഷം, 24 മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം ഇസ്രായേലിൽ പ്രൊട്ടസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതുപോലെ അവർക്ക് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതും അവരെ സഹായിക്കുന്നതും എല്ലാം അമേരിക്കയും ഇസ്രായേലുമാണ്. കൂടാതെ അവർ അത്യന്തം കറപ്റ്റായിട്ടുള്ള ഇറാനിൽ അവർ പണം കൊടുത്തുകൊണ്ട് അവരുടെ ഏറ്റവും മേലെ ഉദ്യോഗസ്ഥന്മാരെ അടക്കമുള്ള നിരവധി ആളുകളെ ഇറാനിൽ ഇസ്രായേൽ വിലക്ക് മേടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കയും അതുപോലെ ഇസ്രായേലിനും താല്പര്യമുള്ള ഒരു ഭരണകൂടം വരുന്നത് വരെ ആയിരിക്കും കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇനി ഈ യുദ്ധം തുടരുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് എത്ര നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും? അധിക ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയൊക്കെ തിരിച്ചാക്രമിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇറാൻ അതുകൊണ്ട് തന്നെ ഈ ബേസുകളായിരിക്കും ആക്രമിക്കുക എന്നുള്ളതൊക്കെ അറിയാം. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ത്യ ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് വന്നിട്ടില്ല, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ആ ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള വലിയ പ്രശ്നം, ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തായാലും നമുക്ക് ഇന്ത്യക്കാർക്കും ഉണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദി അടക്കം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അവിടെ ചെല്ലുകയും അദ്ദേഹം 27ഓളം വരുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുകയും ചെയ്തു. അതിൽ ക്രിട്ടിക്കലായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പുകളും നിരവധി ഡീലുകളുമൊക്കെ തന്നെ അവിടെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ കൂടി കേൾക്കേണ്ടതാണ്. ഞാനിപ്പോൾ അത്രയും വിശദീകരിക്കുന്നില്ല നിങ്ങളോട്. പക്ഷെ അതിൽ പറയുന്നത് ഗ്രേറ്റ് ഫണ്ട് ഓഫ് ഇസ്രായേലാണ്, ഇസ്രായേലിൻ്റെ ഗ്രേറ്റ് ഫ്രണ്ട് ഇൻ വൈറ്റ് ഹൗസ് ആണ് എല്ലായ്പ്പോഴും നമുക്ക് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക് 7 തവണ ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിനെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ അവർ തമ്മിൽ നല്ല ബന്ധമാണ്. കൂടാതെ ഇന്ത്യയെ തന്നെ പുകഴ്ത്തിക്കൊണ്ടാണ് വളരെ വൈകാരികമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചിട്ടുള്ളത്. അതിൽ ഇന്ത്യയോട് വലിയ ഇഷ്ടം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും യു ഡിഡ്ന്റ് ഈവൻ സ്റ്റാൻഡ് ഫോർ ഇസ്രായേലിന് വേണ്ടി എല്ലാ കാലത്തും നിന്നിട്ടുള്ള ഒരു സുഹൃത്താണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നരേന്ദ്രമോദിയുടെ തിരിച്ചുള്ള പ്രസംഗവും കൂടി നമ്മൾ കേൾക്കേണ്ടതാണ്. ആ നരേന്ദ്രമോദി പറഞ്ഞേക്കുന്നത് അതായത് ഒക്ടോബർ 7 ഇസ്രായേലുകൾ ആയിരക്കണക്കിന് 1000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുള്ള ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 140 കോടി ജനങ്ങളുടെയും അനുശോചനം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യ സ്റ്റാൻഡ്സ് വിത്ത് ഇസ്രായേൽ ഫേംലി വിത്ത് പ്യുവർ കൺവിക്ഷൻ. അതായത് ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം നിൽക്കുകയാണ്. ഞങ്ങൾ പ്യുവറായിട്ടുള്ള, അതായത് ഞങ്ങളുടെ മനസാക്ഷിക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇൻ ദിസ് മൂമെൻറ്റ് ആൻഡ് ബിയോണ്ട് എന്നാണ്. ഈ മൊമെൻറ്റിൽ ഞങ്ങൾ കൂടെ നിൽക്കുന്നു, കൂടാതെ അതിനും അപ്പുറവും ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളത് ആലോചിക്കണം. 1100ഓളം വരുന്ന ഇസ്രായേലികളെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് പറയുകയും, എന്നാൽ ഗസയിൽ നടന്നിട്ടുള്ള ഏതാണ്ട് 70,000-ഓളം വരുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പരാമർശിക്കാൻ
നിൽക്കാതിരിക്കുകയും പലസ്തീൻ എന്നുള്ളത് ഏതാണ്ട് ഒരു തവണ മാത്രം അദ്ദേഹം വളരെ വേഗമായി പറഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡായിരിക്കും ഇന്ത്യയുടെ എന്നതാണ്. ഇന്ത്യ തന്ത്രപരമായ തരത്തിലുള്ള സ്റ്റാൻഡ് എടുക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, അമേരിക്കയെ നമുക്ക് വെറുപ്പിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ കൂടി ഡയറക്ഷനോടുകൂടിയായിരിക്കും ഒരുപക്ഷെ നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ ഇന്ത്യക്ക് അത് ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം നിന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെ ആയിരിക്കും ഇന്ത്യ എടുക്കുക. വളരെ സ്ട്രാറ്റജിക്കലി തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും എടുക്കുക. അതായത് പൊതുവെയുള്ള കാര്യങ്ങൾ പറയും, കൊല്ലപ്പെടുത്തിയത് മോശമായിപ്പോയി, ഞങ്ങളതിൽ അനുശോചിക്കുന്നു, പക്ഷേ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, സമാധാനത്തിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെയുള്ള വാചകങ്ങളായിരിക്കും പറയുക. മറ്റൊരു വീഡിയോ നമ്മൾ വളരെ സ്പെസിഫിക്കായി എടുക്കുന്നുണ്ട്. ആ സ്പെസിഫിക് ആയത് ഈ യുദ്ധം കൊണ്ടുണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്താണ് ലോകത്ത് എന്നുള്ളതും ഇന്ത്യ അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതും ഒക്കെ എടുക്കുന്നുണ്ട്. അതെടുക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് വരാം. പക്ഷേ എനിക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരൊറ്റ കാര്യമാണ്, ഇതിൽ നമുക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വായത്തുള്ള അലി ഖമൈനിയുടെ ഒപ്പമോ നമുക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം ചെകുത്താൻ ആര് എന്നുള്ളതിൽ ഒരു മത്സരം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഖമൈനി നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഹൂത്തികളും ഹിസ്ബുള്ളയും അടക്കമുള്ള നിരവധി ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് മനസമാധാനം കെടുത്താൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്ര സംഘടനകൾക്ക് അവർ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓരോ രാജ്യങ്ങളിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ വലിയ തോതിൽ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജനങ്ങളെയൊക്കെ ദ്രോഹിച്ചു കൊണ്ടിരുന്നപ്പോഴും അതേപോലെ തന്നെയുള്ള ബിസിനസ് കൊതിയും പണത്തിൻ്റെ കൊതിയുമാണ് അമേരിക്കയ്ക്കുമുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മലയാളികളായ നമ്മൾ ഒരു പക്ഷവും പിടിക്കേണ്ടതില്ല.